കോൺഗ്രസ് പ്രതിനിധി ബി രജി പറയാതെ പറയുന്നത് ഹിന്ദുത്വത്തെ പുലുകാതെ കോൺഗ്രസിന് നിലനിൽപ്പില്ല എന്നാണോ? അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയേണ്ട ഗതി വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ മുൻനിരയിൽ നിന്ന കോൺഗ്രസിന് അതേ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തലകുനിക്കേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ. ഇന്നലെ മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ഷഡ്ജം കീറി നിൽക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയെ നമുക്ക് കാണാം. താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വന്ദേമാതരം മുഴുവൻ പാടുക, വന്ദേമാതരം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും പാടാൻ കഴിയാത്ത ഗാനം, അത് കേരളത്തിൽ ആണെങ്കിൽ പാതി പാടും, ദേശീയ അടിസ്ഥാനത്തിലാണെങ്കിൽ മുഴുവൻ പാടും, കർണാടകയിൽ വേറെ പാട്ട്, അങ്ങനെ വളരെ ഒരു തന്ത്രപരമായിട്ടുള്ള ബഹുശാഖിയായ നയമാണോ കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഇനി മുതൽ അങ്ങോട്ട് ഉണ്ടാവുക? ശ്രീ നിഷാദ് റാവുത്തർ, നോക്കൂ, ഇവിടെ കോൺഗ്രസ്, അതായത് ഇന്ത്യയിൽ മതേതരത്വത്തിന് വേണ്ടി എക്കാലത്തും നിലകൊള്ളുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. അങ്ങ് തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും എല്ലാ സമുന്നതരായ നേതാക്കളെല്ലാം തന്നെ BJP-യെയും RSS-നെയും അതിശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിയെ ഇത്തരത്തിൽ ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ നമുക്ക് മറ്റെങ്ങും കണ്ടെത്താൻ പോലും കഴിയില്ല. അപ്പോൾ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ളതാണ് മതേതര വിശ്വാസികൾ സ്വീകരിക്കേണ്ട മാർഗം. ഇപ്പൊ നോക്കൂ, ഇവിടെ പ്രധാന വിഷയങ്ങളിൽ നിന്ന് അകന്നു മാറുവാൻ വേണ്ടിയാണ് BJP ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. ഇവിടെ RSS അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നതിന് 40 വർഷം മുമ്പാണ് ഈ ഗീതം രചിക്കുന്നത്. RSS രൂപീകരിക്കുന്നതിന് 50 വർഷം മുമ്പാണ് ഈ ഗീതം രചിക്കപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 76 വർഷത്തിന് ശേഷം, സ്വാതന്ത്ര്യം ലഭിച്ച 76 വർഷത്തിന് ശേഷം ഈ വിഷയം ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കരുത്, ഇന്ത്യയിലെ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കരുത്, ഇന്ത്യയിലെ ജൻസി പ്രക്ഷോഭത്തെക്കുറിച്ച് സംസാരിക്കരുത്. അപ്പോൾ ഇതിനെ ഒരു വിഷയമാക്കി കൊണ്ടുവരുന്നു. ഇതിനെ ഒരു ആളുകളുടെ ഇടയിൽ ഒരു തിരിവ് സൃഷ്ടിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. നോക്കൂ, BJP ഭയപ്പെട്ടിരിക്കുകയാണ്. അവര് ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിലും മധ്യപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിലും BJP വലിയ പരാജയം ഏറ്റുവാങ്ങിയില്ലേ? 2029 തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ BJP-യെ പുറത്താക്കിയിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ ഞാൻ പ്രധാനമായിട്ട് എന്റെ ബഹുമാന്യ സുഹൃത്ത് തൊഴിലാളി പ്രശ്നം, അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നം, വിദ്യാർത്ഥികളുടെ പ്രശ്നം, ഇവയൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി വന്ദേമാതരവും കൊണ്ട് BJP വരികയാണ്. നമ്മൾ വന്ദേമാതരത്തിൽ പോയി കൊത്താൻ പോയാൽ BJP-ക്ക് കാര്യങ്ങൾ എളുപ്പമാവും. അതുകൊണ്ട് വന്ദേമാതരം ഇനിയിപ്പോൾ ഒരു ഹിന്ദു ഭക്തിഗാനമായാലും ഇനി നാളെ വേറെ ഒരു വർഗീയ ഗാനം പാടാൻ പറഞ്ഞാലും അത് പാടിക്കൊണ്ട് തന്നെ നമുക്ക് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാം എന്ന ഒരു ലൈനാണ് കോൺഗ്രസിൻ്റെത്. അത് അപാര ബുദ്ധിപരമായിട്ടുള്ള ഒരു ലൈനാണ് എന്നാണ് താങ്കൾ കാണുന്നത്. ഇന്ത്യയുടെ മതേതരത്വത്തിന് ഒരു പോറൽ പോലും, ഒരു തരി പോറൽ വരുത്തുവാനും ഇന്ത്യയിലെ ഇന്റർനാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല. അതിനുവേണ്ടിയാണ് ഇന്ത്യ സഖ്യത്തെ രൂപീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ നേതാക്കൾ അക്ഷരം പ്രയത്നിക്കുന്നത്. നിങ്ങൾ ഇന്നിപ്പോ പാടിയ പാട്ടേതാണ്? അവിടെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും, കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും കൂടെ പാടാൻ പറ്റിയ പാട്ടാണോ ഇന്ന് AICC ആസ്ഥാനത്ത് പാടിയത്? അത് പറ. നോക്കൂ, അതിന്റെ രാഷ്ട്രീയ വശമാണ്, അതിന്റെ തന്ത്രപരമായ വശമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിനെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഈ ജനങ്ങളുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടു പോവുക, ജൻസികളുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടു പോവുക, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുക, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ജനങ്ങളെ വികാരപരമായി. ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾ പാടിയ പാട്ട്, നിങ്ങൾ AICC ആസ്ഥാനത്ത് പാടിയ പാട്ട് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുള്ള എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്നതാണോ എന്നാണ് എൻ്റെ ചോദ്യം. സ്ട്രാറ്റജി, സമീപനം, അതൊക്കെ അവിടെ, ആ വാക്കുകളൊക്കെ ഇരിക്കട്ടെ. ഇന്ന് അവിടെ പാടിയല്ലോ പാട്ട്, അവിടെ നിന്ന് എല്ലാവർക്കും, ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന പാട്ടാണോ? ഇപ്പോൾ നോക്കൂ, മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിക്ക് കൂടെ പാടാൻ പറ്റുന്ന പാട്ടാണോ നിങ്ങൾ പാടിയത്? കോൺഗ്രസിന്റെ എക്കാലത്തെയും സമീപനം എന്താണ്? ആദ്യത്തെ 2 സ്റ്റാൻസ പാടുക എന്നുള്ളതാണ്. അതനുസരിച്ചാണ് 1937 നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ഒരു കമ്മിറ്റി, ഒരു സമിതി അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുകയും ആദ്യത്തെ 2 സ്റ്റാൻസ പാടുന്നതിന് അനുമതി നൽകുകയും ചെയ്തു. അതാണ് 1950 നമ്മുടെ പാർലമെന്റ് അംഗീകരിക്കുകയും ചെയ്തത്. അത് വസ്തുത അങ്ങനെ ആയിരിക്കെ ഈ 76 വർഷം കഴിയുമ്പോൾ ഇതിനെ വീണ്ടും ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ട് പ്രധാന സബ്ജക്റ്റുകളിൽ നിന്ന് മാറാൻ ശ്രമം നടത്തുന്നു. ഈ ശ്രമത്തിനെ
അതിശക്തമായി 16 മണിക്കൂറാണ് ഡിസംബർ 5-ാം തീയതി ഇന്ത്യയുടെ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നത്. അതിശക്തമായി ഇന്ത്യയിലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ എതിർത്തു. സോണിയ, പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ പ്രസംഗം നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിശക്തമായിട്ട് ഇപ്രകാരം ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഘട്ടമാണ് കോൺഗ്രസ്. അവിടെയാണ്, ആ ഘട്ടത്തിലാണ് ഇടതുപക്ഷ ബി രജി പറയാതെ പറഞ്ഞു പോകുന്നത് ഹിന്ദുത്വത്തെ മാറോട് ചേർത്താലേ ഇനി കോൺഗ്രസിന് നിന്നു പോകാനാകൂ എന്നാണ്. വന്ദേ മാതരത്തെ തുറുപ്പിച്ചിട്ടായി BJP എടുക്കുകയാണെങ്കിൽ ഹിന്ദുത്വ വോട്ടർമാരെയും ഹിന്ദു വോട്ടർമാരെയും ഒന്നുപോലെ ചേർത്ത് നിർത്താൻ കോൺഗ്രസും വന്ദേ മാതരം മുഴുവനായും ആലപിക്കുമെന്നാണ് കോൺഗ്രസ് നിലപാടെന്ന് വിലയിരുത്തേണ്ടി വരുന്നു. അവിടെ കോൺഗ്രസിന്റെ പഴയ മതേതര നിലപാട് ഇനി ഇപ്പോൾ പ്രസക്തിയില്ലെന്നാണ് വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതാണ് നിഷാദ് റാവുത്തർ ആവർത്തിച്ച് ചോദിച്ചിട്ടും കോൺഗ്രസ് പ്രതിനിധിക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിയാതെ പോയത്. ഓരോ തവണ ചോദിക്കുമ്പോഴും കൃത്യമായി ഉത്തരം നൽകാതെ വാക്കുകളെ വളച്ചൊടിച്ച് പർവ്വതീകരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അതുതന്നെയാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയവും.